ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ സാമ്പാർ ഉണ്ടാക്കണമെന്ന് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റിനായാലും ചോറിനായാലും ഈ ഒരൊറ്റ കറി മതി കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് ഞാൻ കുക്കറിലേക്ക് 2 തക്കാളി, 2 വലിയ ഉള്ളി, ആവശ്യത്തിന് പരിപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് 1.5 സ്പൂണ്, 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാമ്പാർ പൊടി, ഈസ്റ്റേണിൻ്റെ സാമ്പാർ പൊടി ഞാൻ എടുത്തിട്ടുള്ളത്, അത് 2 കയ്യിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാമ്പാർ പൊടി കുറച്ച് അധികം ഇരുന്നോട്ടെ. ഞാനൊരു മൂടി കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ 2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ മൂടി വെച്ചിട്ട് നമുക്ക് ഗ്യാസിലേക്ക് കത്തിക്കാം. ഇനി നമുക്ക് ഒരു ചട്ടിയിൽ ഞാനിവിടെ വറുത്തരച്ച് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ തേങ്ങ, ചെറിയ ഉള്ളി, അതേപോലെ മുളക് പൊടി, മല്ലിപ്പൊടി തുള്ളി ഇട്ടിട്ട് മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോണ വരെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അടിച്ചെടുക്കുക കേട്ടോ. ഇനി ഞാൻ അതിൽ വെണ്ടക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ വെണ്ടക്ക ഇട്ടിട്ടില്ല. വെണ്ടക്ക ഞാൻ വഴറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഇതാ കുക്കർ പരിപ്പും ഇതൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വെണ്ടക്ക ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു ബൗളിൽ ഇതാ ഫുള്ള് വെണ്ടക്ക എടുത്തിട്ടുണ്ട്. ഇനി വെണ്ടക്ക ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ഒരു തള വരുമ്പോഴത്തേനും ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേവിക്കണം. നല്ല കട്ടിയിൽ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെണ്ടക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച തേങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് വറവിടാനുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരണം കേട്ടോ. കുക്കറത്തെ കറിയൊക്കെ ഒന്ന് തിളച്ച് വരണം. എന്നിട്ട് നമുക്ക് ഓഫാക്കി കൊടുക്കുക തീ. ഇനി ഞാനിവിടെ വെണ്ടക്ക വഴറ്റിയ ചട്ടി അതേപോലെ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. ഞാൻ 1.5 സ്പൂൺ കടുകാണ് ഇട്ടിട്ടുള്ളത്. ഇനി അതിലേക്ക് വറ്റൽമുളക് ഞാൻ 2 ഇട്ടിട്ടുണ്ട്. നല്ല എരിയുള്ള വറ്റൽമുളക് ആയതുകൊണ്ട് 2 എടുത്തിട്ടുള്ളൂ. ഇനി ആവശ്യത്തിന് കറിവേപ്പില ഇടാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കറിവേപ്പില ഇടാം. ഇനി ഇതിലേക്ക് തൂമിച്ച് ഒഴിക്കാം കേട്ടോ. ഈ സാമ്പാറിലേക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ. അപ്പോൾ ചാനൽ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.